എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്, സ്ഥലം കോഴിക്കോട് നാദാപുരം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ പരിപാടിക്ക് ഒരു പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ന് മൗലിദ് ആഘോഷങ്ങൾ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹത് ഗീതങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്ന വേദികൾ നിരന്തരം നമുക്ക് കാണാൻ കഴിയും. ചോദ്യത്തിലേക്ക് വരികയാണ്. അത്തരം വേദി സംഘടിപ്പിക്കുന്നതിന്, അത്തരം മഹത്വങ്ങൾ പറയുന്നതിന്, പാടുന്നതിന് വിരുദ്ധമായ ഒരു തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതാൻ കഴിയുമോ? ചോദ്യകർത്താവ് ആദ്യം തന്നെ പറഞ്ഞത് ഇത് റബീഉൽ അവ്വൽ മാസം സംഘടിപ്പിച്ചതിന് പകരം നന്ദി. ആ നന്ദി ഏതായാലും ഇവിടെ ആവശ്യമില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ചില ആളുകൾ ചില ആരാധനകളും ചില ഇബാദത്തുകളും ചില പ്രത്യേക മധു പറച്ചിലും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അത് ബിദ്അത്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പ്രത്യേകമായ മധു പറച്ചിലും പ്രത്യേകമായ പുണ്യകർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു തെളിവുമില്ല എന്ന് ഇപ്പോൾ സമസ്തയുടെ നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പോലും സത്യധാര 2002 മെയ് 1:31 അതിൽ എഴുതുകയാണ്: നബിദിനത്തിലോ നബിദിന മാസത്തിലോ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളിലില്ലാത്ത പ്രത്യേക പുണ്യമുണ്ടെന്ന വാദം ആർക്കെങ്കിലും ഉള്ളതായി അറിവില്ല എങ്കിൽ അത് അനാചാരമാണെന്ന് പറയാമായിരുന്നു. അപ്പൊ പ്രത്യേകമായൊരു മധു പറച്ചിൽ, മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പ്രകീർത്തനം, മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്തൊരു സലാത്ത്, മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്തൊരു അന്നദാനം, അങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും ഉള്ളതായി ആരെങ്കിലും പറഞ്ഞാൽ അത് അനാചാരമാണ്, ബിദ്അത്താണ്. അതന്നെ ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസമാണ് എന്ന നിലക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ആചാരം അത് കൊണ്ടാടാൻ ഒരു തെളിവുമില്ല. അങ്ങനെ പ്രത്യേക പുണ്യമുണ്ടെന്ന വാദം ആർക്കും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ അവരുടെ ആളുകൾ തന്നെ അതിന് പ്രത്യേകത ഉണ്ടെന്ന് പലയിടത്തും എഴുതിയിട്ടുണ്ട്. അത് വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പിന്നെ വായിക്കാം. അബ്ദുൽ ലത്തീഫിന് എന്റെ ചോദ്യം ഈ വിഷയത്തിൽ സമസ്തയുടെ നേതാക്കളുടെ അഭിപ്രായം എന്ത് എന്നല്ല, സക്കരിയ സലാഹിയുടെ അഭിപ്രായം എന്ത് എന്നും അല്ല. എന്റെ ചോദ്യം വ്യക്തമാണ്. ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കാമോ? ഈ മഹത് ഗീതങ്ങളും ഈ പറച്ചലും പാടലും പുകഴ്ത്തലും ഒക്കെ ബിദ്അത്താണ്, ശിർക്കാണ് എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കാമോ? പരിശുദ്ധ ഖുർആനിലോ സഹിഹായ ഹദീസിലോ നബിദിനത്തിന് ഒരു തെളിവുമില്ല എന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ സമർത്ഥിച്ചിട്ടുണ്ട്. ഞാനിവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒന്നും തന്നെ റബീഉൽ അവ്വലിന് എന്തെങ്കിലും ശ്രേഷ്ഠത പറഞ്ഞ ഒരൊറ്റ ഹദീസും ഇല്ല. പരിശുദ്ധ ഖുർആനിലും വന്നിട്ടില്ല. ഖുർആൻ 6200-ലധികം വരുന്ന ആയത്തുകളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണ്. ആ ബിദ്അത്താണെന്നും ആ മാസത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും ആചാരം ചെയ്താൽ അനാചാരമാണെന്നും ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഞങ്ങൾ പറയുന്നത് ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അബ്ദുൽ ഹമീദ് ഫൈസി പോലും ഇപ്പോൾ അത് പറഞ്ഞു. ആ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമില്ലല്ലോ. നിങ്ങൾ തമ്മിൽ തർക്കമില്ലാത്ത ഒരു വിഷയമാണ്. AP ഗ്രൂപ്പും EK ഗ്രൂപ്പും സംസ്ഥാനവും തമ്മിൽ ഒന്നും തർക്കമില്ലാത്ത വിഷയമാണ് നബിദിനം. അതുകൊണ്ട് ഞാൻ എടുത്ത് ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേക ആചാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ ഇതിന്റെ വിഷയാവതരണം ചോദിച്ചു. 22 റബീഉൽ അവ്വൽ 40ാമത്തെ വയസ്സിൽ വഹി കിട്ടി 63ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ 22 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആചാരം പഠിപ്പിച്ചോ? ഒരു പ്രത്യേക ദാനം കൊടുക്കാൻ പഠിപ്പിച്ചോ? പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു സദഖ ചെയ്യാനോ പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലാനോ മധു പറയാനോ പഠിപ്പിച്ചോ? സഹാബികൾ അത് ചെയ്തോ? റസൂലുള്ളാഹി വഫാത്തിന് ശേഷം സഹാബത്ത് ചെയ്തോ? അതിന്റെ തെളിവ്. ഒരു കാര്യം ചെയ്തു, ഒരു പുണ്യകർമ്മം ചെയ്തു എന്നതിനാണ് തെളിവ് വേണ്ടത്. പിൽക്കാലത്ത് ആരെങ്കിലും എന്തെല്ലാം പേരിൽ എന്തൊക്കെ ഉണ്ടാക്കും, അതൊക്കെ പേരെടുത്ത് വിമർശിച്ചാൽ മാത്രമേ അത് പാടില്ല എന്ന വാദം ഞാൻ നേരത്തെ കല്യാണത്തിന് പോയ മുസ്ലിയാരുടെ കഥ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി. അതിനാണ്. അങ്ങനെ ഉണ്ടാവില്ല. ഞാനത് ചോദിച്ചു. ഷിയാക്കൾക്ക് ഒരുപാട് ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കും ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ ഒരു ആചാരം പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? ഇങ്ങനെ ഒരു ആചാരം പാടില്ല എന്ന് ഹദീസിൽ പ്രത്യേകം പേരെടുത്ത് വിരോധിച്ചിട്ടുണ്ടോ? അങ്ങനെ പേരെടുത്ത് വിരോധിക്കേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തോ ഉത്തമ നൂറ്റാണ്ടുകളെ മുസ്ലിമീങ്ങളോ ആചരിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണത്. നിങ്ങൾ നോക്ക്, ഞാൻ സത്യധാരയിൽ നിന്ന് മറ്റൊന്ന് വായിക്കാം. പ്രവാചക സ്നേഹത്തിന്റെ അകമ്പൊരുൾ എന്ന പേരിൽ ഇവർ തന്നെ എഴുതിയതാണ്. ഇത് തെളിവായിട്ടല്ല, ഈ ആളുകൾ തന്നെ ഇപ്പൊ ഇത് സമ്മതിച്ചുകൊണ്ട് പറയാൻ. നബിദിനത്തിന് പല പ്രത്യേക
പരിപാടികളും നാം നടത്തുന്നുണ്ടല്ലോ, ഇവയെല്ലാം പ്രത്യേകം ആരാധനാ കർമ്മങ്ങളല്ലേ? ഉത്തരം അല്ല. മറ്റെല്ലാ സമയങ്ങളിലും നാം ചെയ്യുന്ന ആരാധനാകർമ്മങ്ങൾ മാത്രമാണ് നബിദിനത്തോടനുബന്ധിച്ച് നാം ചെയ്യുന്നത്. ഉദാഹരണം, പെരുന്നാൾ പ്രത്യേക നിസ്കാരമുണ്ട്, പ്രത്യേക തക്ബീറുണ്ട്, മറ്റു പ്രത്യേക ആരാധനാകർമ്മം വേറെയുണ്ട്. നബിദിനത്തിന് അങ്ങനെ യാതൊരു പ്രത്യേക ആരാധനാകർമ്മവുമില്ല. പക്ഷെ ഇത് പറഞ്ഞ ആളുകൾക്ക് തന്നെ അവസാനം പറയേണ്ടി വന്നു, ഇതാ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് വളരെയേറെ അനുഗ്രഹീതമായ പുണ്യമാസം, അപ്പൊ പ്രത്യേകമായി പല പുണ്യങ്ങളും ഈ മാസത്തിൽ ചെയ്യേണ്ടതുണ്ടെന്ന് അവർ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അന്ന് നമ്മൾ അങ്ങനെ ചെയ്യണം, ആ മാസം വന്നു കഴിഞ്ഞു, പ്രത്യേക മധു പറച്ചിൽ സംഘടിപ്പിക്കണം, പ്രത്യേക അന്നദാനം നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യാൻ. മാത്രല്ല ഇപ്പൊ എന്തായി, ഇപ്പൊ കേവലം കീർത്തനം മാത്രമാക്കിയിട്ട് ചുരുക്കി പലയിടത്തും കീർത്തനം നടക്കുന്നുണ്ടല്ലോ, അതിലെന്താ തെറ്റ്? അത് തെറ്റാണെന്ന് ആയത്തുണ്ടോ, ഹദീസുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലില്ലാത്ത ഒരുപാട് ദുആകളും ദിക്റുകളും ആചാരങ്ങളും പണ്ഡിതന്മാർ, ശാഫി പണ്ഡിതന്മാർ തന്നെ തള്ളിക്കളഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങൾ ഒന്നും ഉണ്ടാക്കുമ്പോൾ ഓരോ അവയവം കഴുകുമ്പോഴും പ്രത്യേകം ദുആ അല്ലേ, നല്ലതല്ലേ എന്നൊക്കെ അംഗീകരിക്കല്ല. ഇമാം നവവി അദ്ദേഹത്തിന്റെ മിൻഹാജിൽ പറഞ്ഞു, ഹദഫ്തു ദുആ അൽ അഅ്ളാഇ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രത്യേകം ദുആ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഉന്നിയിൽ ജീലാനി വരെ അംഗീകരിച്ചതാണ്, റാഫി പോലും സുന്നത്തായി എണ്ണിയതാണെന്ന് മുഗ്നിയിൽ വരെ കാണാം. എന്നിട്ട് ഓരോന്നിനുള്ള പ്രത്യേകമായ ദുആകൾ, ദുആല്ലേ നല്ലതല്ലേ എന്ന നിലക്ക് അവർ എടുത്തിട്ടില്ല. അതുകൊണ്ട് റസൂൽ എന്തെന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, റസൂൽ എന്തെന്ന് വിരോധിച്ചോ അത് നിങ്ങൾ വിട്ടുനിൽക്കുക. മാത്രമല്ല ഈ ദീൻ പൂർത്തിയായി എന്ന് ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് അവതരിപ്പിച്ച അല്ലാഹു ഈ ദീൻ പൂർത്തിയായി എന്ന് നമ്മളെ പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മറ്റൊരു റിവായത്തിൽ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ദീനിലില്ലാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹിന്റെ സഹാബത്തിനും കാലത്തില്ലാത്ത ഒരു അമല് ആര് ചെയ്താലും അത് സ്വീകാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചുവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞു, ഇങ്ങനെ പ്രത്യേകമായ ആചാരങ്ങള്, പ്രത്യേകമായ സ്വലാത്ത്, പ്രത്യേകമായ മധു പറച്ചില്, പ്രത്യേകമായ സംഘടിപ്പിക്കുന്നത് ഇത് തെളിവുമില്ലാത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ അനാചാരമാണ്, ബിദ്അത്താണ്. അതാണ് ഞാൻ നേരത്തെ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. റബീഉൽ അവ്വലിനോ ആ റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന പ്രത്യേകമായ ആചാരങ്ങൾക്കോ ഹദീസിലോ ഖുർആനിലോ പ്രത്യേകമായ തെളിവ് കാണുകയില്ലെന്നും അത് പുത്തനാചാരമാണെന്നും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനായ സക്കരിയ സ്വലാഹി വിശദീകരിക്കുകയുണ്ടായി. സുഹൃത്തിന് ഇതുമായി ബന്ധപ്പെട്ട് വല്ല ഉപചോദ്യവും ഉന്നയിക്കാനുണ്ടെങ്കിൽ ആകാവുന്നതാണ്. ഇപ്പം വേദിയിൽ നിൽക്കുന്ന സുഹൃത്ത് തന്നെയാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാഅ് കൊണ്ടും ഖിയാസ് കൊണ്ടും വിഷയം തെളിയിക്കാൻ ഇവിടെയുള്ള നേതാക്കന്മാർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന ആമുഖത്തോടെയാണ് ചോദ്യകർത്താവിനെ വേദിയിലേക്ക് ക്ഷണിച്ചത്. എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇപ്പോ സക്കരിയ സ്വലാഹി പറഞ്ഞത് വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു എന്നുള്ളതാണ്. അതേപോലെ മൻ അഹദസ ഫീ അംരിന, ഈ രണ്ട് വിഷയത്തിലേക്ക് ഞാൻ വരും. പക്ഷേ അതിന്റെ മുമ്പ് എന്റെ ചോദ്യം ഇവിടെ ഈ സദസ്സിൽ അലിയൊലിച്ചു നിൽക്കുന്നു, ഖുർആനിൽ ഇതിനെന്ത് തെളിവുണ്ട്? പരിശുദ്ധ ഖുർആനിൽ എന്ത് തെളിവുണ്ട്? ഖുർആനിൽ തെളിവില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കാൻ ഞാൻ തയ്യാറാണ്. ബിദ്അത്തിനെ പറ്റി ഭാഷാപരമായും ഇസ്ലാഹിയായിട്ടും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ വിഷയത്തിൽ മദ്ഹ് പറയുന്നതിൽ ഖുർആനിൽ തെളിവില്ല എന്ന് സമ്മതിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം ജീവിച്ചു നബിയായിട്ട്. അതിൽ 22 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. ഒരു റബീഉൽ അവ്വലെങ്കിലും ആഘോഷിച്ചോ എന്ന് ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. അതാണ് തെളിവ് പറയേണ്ടത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ഉണ്ടാവുന്ന, ഇത് ഭാഷാർത്ഥത്തിലെ ബിദ്അത്തിനെ പറ്റിയല്ല, ഇത് ദീനിലെ ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണെന്ന് പറഞ്ഞിട്ടുള്ളത് ദീനിയായ കാര്യത്തിലെ ബിദ്അത്തിനെ പറ്റിയാണ്. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത വാഹനം, റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ട്യൂബ്ലൈറ്റ്, ഇതൊക്കെ ബിദ്അത്താണ് ഭാഷാർത്ഥത്തിൽ, പുതിയ കാര്യം. പക്ഷെ ഇവിടെ ചർച്ച അതിനെ പറ്റിയല്ല. ഇപ്പൊ സുയൂത്തിയാണല്ലോ മൗലിദ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം പോലും പറഞ്ഞത് ബിദ്അത്തുൽ ഹസനത്ത്, ബിദ്അത്താണ്, പക്ഷെ ബിദ്അത്തുൽ ഹസനത്താണ്, നല്ല ബിദ്അത്താണ്. പക്ഷെ അങ്ങനെ രണ്ടൊരു വിഭജനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ കൽപ്പിച്ചതല്ല. ദീനിലുള്ള എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ അവിടെ പുതിയ ആചാരം വല്ലതുണ്ടോ? തറാവീഹ് നമസ്കാരം റസൂലുള്ളാഹിന്റെ വാക്കുള്ളതല്ലേ? അതുപോലെ തറാവീഹ് ജമാഅത്ത് നബിസ്വല്ലല്ലാഹു കാണിച്ചു തന്നതല്ലേ? 3 ദിവസം നബിസ്വല്ലല്ലാഹു കാണിച്ചു തന്നതാണത്. പക്ഷേ നബിയും സഹാബത്തും അങ്ങനെ ചെയ്താൽ അത് നിർബന്ധമാക്കപ്പെടുമെന്ന ഭയത്താൽ നബിസ്വല്ലല്ലാഹു തൽക്കാലം നിർത്തിവെച്ചതാണ്. പിന്നീടാണ് ഉമർ റളിയല്ലാഹു പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോൾ ദീനൊരു പുതിയ കാര്യമല്ല, ഭാഷാർത്ഥത്തിൽ ഇതൊരു പുതുമയുള്ള കാര്യം തന്നെ എന്ന് പറയുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു ചെയ്തിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബിദ്അത്തിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ദീനിലെ ബിദ്അത്തുകളെ ബിദ്അത്തുൻ ഹസനത്ത്, ബിദ്അത്തുൻ സയ്യിഅത്ത് എന്നിങ്ങനെ വിഭജനം പിൽക്കാലത്തിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ സലഫുസ് സാലിഹീങ്ങളോ ഒരു പ്രത്യേകമായ മദ്ഹ് പറച്ചിൽ സംഘടിപ്പിച്ചിട്ടില്ല. മദ്ഹ് പറയുക എന്ന് പറഞ്ഞത് ഖുർആനിൽ മദ്ഹില്ലേ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ മദ്ഹ് ചെയ്തതും സഹാബത്ത് നബിയെ മദ്ഹ് ചെയ്തുമില്ലേ? ശരിയാണ്. പക്ഷേ ജന്മദിനം നോക്കി മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ? ജന്മമാസം നോക്കി മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഹസ്സാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിര് പറഞ്ഞ കവികൾക്ക് മറുപടി കൊടുത്തുകൊണ്ടും കവിത രചിച്ചിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ജന്മദിനം നോക്കിയോ ജന്മമാസം നോക്കിയോ പ്രത്യേകം മദ്ഹ് പറച്ചിൽ സംഘടിപ്പിച്ചിരുന്നോ? ഇല്ല എന്നതാണ് വാസ്തവം. അപ്പൊ റബീഉൽ അവ്വൽ മാസം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ നബിയെ പ്രത്യേകം മദ്ഹ് പറഞ്ഞിരുന്നോ? അത് തെളിയിക്കണം. അതാണ് യഥാർത്ഥത്തിൽ. അത് തെളിയിക്കാൻ സാധ്യമല്ല. ഒരൊറ്റ ഹദീസിലും അത് പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ആയത്തിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സലഫ് സാലിഹുകൾ ആഘോഷിച്ചിരുന്നില്ല എന്ന് മൗലിദ് വാദികൾ തന്നെ പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഞാൻ സുന്നി വോയിസ് ഉദ്ധരിച്ചു, അതുപോലെ തന്നെ ഫാക്കിയാന്റെ വാക്ക് ഉദ്ധരിച്ചു, സഹാബിയുടെ വാക്ക് യാനത്തിൽ പറഞ്ഞു ഉദ്ധരിച്ചു, തഴവന്റെ വ്യക്തി ഞാൻ സൂചിപ്പിച്ചു. അതിലൊക്കെ സമ്മതിച്ച കാര്യമാണ്. ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതൽക്ക് ഷിയാക്കൾ തുടങ്ങി വെച്ച ആചാരാണിത്. അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും അതിന്റെ യാതൊരു തെളിവുമില്ല. ഇസ്ലാമിന്റെ ഒരു പുണ്യകർമ്മം, ഒരു ഇബാദത്ത്, അത് പുണ്യമായി തീരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഖുർആനിൽ അത് പഠിപ്പിച്ചിരിക്കണം. അതില്ല. അതുണ്ടെങ്കിൽ നടപ്പിലാക്കി കാണിക്കേണ്ടത് ഒന്നാമതായി സഹാബത്താണ്. വല്ല പുണ്യവുമുള്ള ഏർപ്പാടായിരുന്നെങ്കിൽ സഹാബത്ത് അത് വിട്ടുകളയുമായിരുന്നില്ല. ആ നിലക്കാണ് ബിദ്അത്തുകളെ പണ്ഡിതന്മാർ സമീപിച്ചിട്ടുള്ളത്. ആ നിലക്കാണ് വിഷയാവതരണത്തിൽ അത് വിശദീകരിച്ചിട്ടുള്ളതും. അതുകൊണ്ട് സുഹൃത്ത്, തെളിവുമായി വല്ല കാര്യങ്ങളും സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് അവസരം കൊടുക്കണം. റസൂലിന്റെ കാലത്ത് സ്വഹാബത്തോ പിൽക്കാലത്തെ 3 നൂറ്റാണ്ടിലുള്ള ഉത്തമ സമുദായത്തിന്റെ ആളുകളോ ഇങ്ങനെ ഒരു ആചാരം നിർവഹിച്ചിട്ടില്ല എന്ന് തെളിവ് സഹിതം വീണ്ടും വ്യക്തമാക്കുകയുണ്ടായി. ഇനി സുഹൃത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം, പ്രസക്തമായതെന്തെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യകർത്താവിന് അവസരം നൽകേണ്ടി വരും. ചോദിച്ചത് തന്നെ നല്ല പ്രസക്തമായ ചോദ്യങ്ങളാണ്. പക്ഷേ ഇവിടെ തന്നെ നിങ്ങളുടെ ചോദ്യം നിങ്ങൾ തീരുമാനിക്കുകയല്ല വേണ്ടത്. മഗ്‌രിബ് 5 റക്അത്ത് നമസ്കരിക്കുവാൻ പാടില്ല എന്ന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കും പോലെയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചത്. നബിദിനാഘോഷം പാടില്ല എന്ന് ഖുർആനിലുണ്ടോ എന്ന രൂപത്തിലുള്ള ചോദ്യം, അതിന്റെ വ്യക്തമായ കാര്യം ഇവിടെ പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ വേറെന്തെങ്കിലും ഉപചോദ്യം ചോദിക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മഗ്‌രിബ് നിസ്കാരം 5 റക്അത്തുണ്ടോ എന്നുള്ളതിന് ഇൻഷാ അല്ലാഹ് ഖുർആൻ കൊണ്ട് തന്നെ ഞങ്ങൾ സമർത്ഥിക്കും. 5 റക്അത്ത് ഇല്ല എന്നുള്ളതിന് ഖുർആൻ കൊണ്ട് തന്നെ ഞങ്ങൾ സമർത്ഥിക്കും. ആ ചോദ്യം വരട്ടെ. ഇത് തമാശയല്ലല്ലോ, ഇത് ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഇപ്പൊ തന്നെ സക്കരിയ സലാഹി പറഞ്ഞത് ഹിജ്റ 4-ാം നൂറ്റാണ്ടിലാണ് സുയൂത്തിന, തൊട്ട് മുമ്പേ വിഷയാവതരണത്തിൽ പറഞ്ഞ 3-ാം നൂറ്റാണ്ടിന. ഇത്തരം വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നവരാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇതുണ്ടായത് എന്ന് പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ 4-ാം നൂറ്റാണ്ടാണ്. ഞാനിവിടെ സുന്നി വോയിസിൽ നിന്ന് തന്നെ വായിച്ചത് ഒന്നുകൂടി വായിക്കാം. സുഹൃത്ത് ശ്രദ്ധിക്കണം. 1981 ഡിസംബർ 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പകർത്തി ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം ലോകത്ത് ഈ സമ്പ്രദായം നടപ്പിലാവുകയും തദ്ദേശീയമായ നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമാവുകയും ചെയ്തു. കേട്ടില്ലേ? ഞാൻ ഉണ്ടാക്കിയതാ. ഇന്ന അമലൽ മൗലിദി ഹദത ബഅദൽ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാകുന്നു എന്ന് സഹാബി പറഞ്ഞു. 3 നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ 4-ാം നൂറ്റാണ്ടിലല്ലേ? 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയത് അൽ മുഅസ്സിലി ദീനില്ലാ എന്ന് പറയുന്ന ഫാത്തിമി ഖലീഫ 362-ലാണ്. 300 മുതൽ 400 വരെ 4-ാം നൂറ്റാണ്ട് എന്ന് പറയാ. അറിയില്ലെങ്കിൽ അത് അന്വേഷിക്കണം. പിന്നെ നിങ്ങൾക്ക് പറ്റൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, ഈ ദീനിൽ ഇതിലില്ലാത്ത വല്ലതും ആര് പുതുതായി കൂട്ടിച്ചേർത്താലും അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആ ഹദീസ് നിങ്ങൾക്ക് പറ്റൂലേ? ബുഖാരി മുസ്ലിം സംയുക്തമായി ഉദ്ധരിച്ച 2 ഹദീസ്